നമ്മൾ എവിടെ എത്തി? ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആർക്കും ഓർമ്മ ഉണ്ടോ? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് എടുക്കേണ്ടത്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അല്ലേ? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് നമ്മുടെ ബൈലിംഗ്വൽ മെത്തേഡൊക്കെ എടുത്തോ? എടുത്തു. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ആണ് ലാസ്റ്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എടുത്തു. ബൈലിംഗ്വൽ മെത്തേഡ് എടുത്തു. പിന്നെ ഇപ്പോൾ ഏതെടുക്കാം? ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എടുത്തു. ഓക്കെ, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂ റാഡിക്കൽ ആൻഡ് അപ്രോച്ച് ടു ലേണിംഗ് ഓഫ് ലാംഗ്വേജ്. അതായത് ആ സമയം വരെ ഇവർ ഇത് പഠിക്കുന്ന കുട്ടിയുടെ ഒരു മെൻ്റൽ സംഭവങ്ങളൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഇവർ ജസ്റ്റ് ഇവർക്കൊരു ഇത് കിട്ടും, അതിനൊരു ചെയ്യുന്നല്ലാണ്ട് ഈ പഠിക്കുന്ന ഒരു ലേണറുടെ ഒരു സൈക്കോളജിയിൽ പഠിക്കുന്ന ലേണറുടെ ഒരു കാര്യമൊന്നും ഇവർ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു ഇതിന് മുന്നേ. ഇവർ ജസ്റ്റ് ഒരു തിയറി ഫ്രെയിം വർക്ക് ഉണ്ടാക്കും, അതുപോലെ അതിനൊരു മെത്തേഡ് ഒന്ന് അഡോപ്റ്റ് ചെയ്യുന്നല്ലാണ്ട് അതിന് അപ്പുറത്തേക്കൊന്നും ഇവർ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്ന സാധനമാണ് കെയിം ടു ലൈറ്റ് ഇൻ ദ 1970s. 1970-കളിലാണ് ഇങ്ങനെ ഒരു അപ്രോച്ച് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുന്നത്. ടച്ചിങ് ഓൺ ദ ഇന്നേറ്റ് എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ഓഫ് ദ ലേണർ. അപ്പോൾ ഇവർ ഈ സമയമൊക്കെ ആയപ്പോഴും ഇവർ കുട്ടികളുടെ കാപ്പബിലിറ്റി, കുട്ടിയുടെ കപ്പാസിറ്റി, കുട്ടിയുടെ ഇന്നേറ്റ് എബിലിറ്റിയും കൂടി പരിഗണിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു പുതിയ മെത്തേഡ് അല്ലെങ്കിൽ പുതിയൊരു ടീച്ചിങ് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞത് എപ്പോഴായിരുന്നു? വെൻ ഇറ്റ് കംസ് ടു 1970s. 1970 ശേഷവും നമ്മളിപ്പോൾ SSA പോലെ സാധനങ്ങളൊക്കെ വന്നു, പിന്നെ DPP വന്നു. സോ DPP വന്നു, പിന്നെ SSA വന്നു. ഇതൊക്കെ ഇതിനൊക്കെ ഓരോ ഡ്രോബാക്സുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിന് ഡ്രോബാക്സ് നമ്മൾ മനസ്സിലാവും. നമ്മൾ DPPയുടെ ഒരു പ്രത്യേക ഓർമ്മ ഉണ്ടാവും. DPP അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഒരു ഫിലിമുണ്ട്, ഏതാണ് ഇംഗ്ലീഷ് മീഡിയം, മുകേഷിൻ്റെ ഫിലിമാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടോ ആ ഫിലിം? മുകേഷിൻ്റെ ഫിലിം ഉണ്ട് അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ ഒരു ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നെടുമുടി വേണു ഒരു സ്കൂളിലെ മാനേജറായിട്ടുള്ളൊരു പടമാണ്. അതിൽ പറയുന്നുണ്ട് DPPസിന് ഒരു അപാകത പറയുന്നുണ്ട്. എന്താ DPPസിന് എന്തായിരുന്നു? DPP അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീമായിരുന്നു, പക്ഷേ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കിയെന്ന് മാത്രം. DPP എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ പ്രവർത്തിച്ച് പഠിക്കുക. അതിൽ കറക്റ്റാ സംഭവം പറയുന്നത്. ഒരാൾ മരത്തുമ്മ കയറാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാഷ് മരത്തുമ്മ കയറുന്നത്, മാഷ് എന്ത് ചെയ്യും? ആ മരത്തുമ്മ താഴേക്ക് വീഴും, അയാൾ കിടപ്പിലാവും. അപ്പോൾ അതിന് ഒരുപാട് അപാകതകളുണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാം ആ ഒരു രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതിനുശേഷം DPP ക്യാൻസൽ, പിന്നെ വരുന്നതാണ് SSA എന്ന് പറഞ്ഞ സിസ്റ്റം പിന്നെ വരുന്നത്. ഇങ്ങനെ ഓരോ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ഡ്രോബാക്സുകൾ ഉണ്ടാവും. അടുത്ത മെത്തേഡ് വരും. ആദ്യം വന്ന മെത്തേഡ് ആയിരുന്നു GTM ആയിരുന്നു ആദ്യം വന്ന മെത്തേഡ് അല്ലേ? അങ്ങനെ ഡ്രോബാക്സുകളുണ്ട്. പിന്നെ എന്ത് വന്നു? ഡയറക്റ്റ് മെത്തേഡ് വന്നു. ഡയറക്റ്റ് മെത്തേഡ് ഡ്രോബാക്ക് എന്തായിരുന്നു? ഡയറക്റ്റ് മെത്തേഡ് ഡ്രോബാക്ക് എന്തായിരുന്നു? ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഡ്രോബാക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? അവർക്ക് ടാർഗറ്റ് ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അവർക്ക് മദർ ടങ് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിന് ശേഷം വന്ന മെത്തേഡ് ഏതായിരുന്നു? ഡയറക്റ്റ് മെത്തേഡിൻ്റെ കുറച്ചും കൂടി തൊട്ടപ്പുറത്ത് വന്ന മെത്തേഡ് ഏതായിരുന്നു? ആ ഓർഡറിലും ഓർമ്മയില്ല. സാൻഡ്വിച്ച് എങ്ങനെ? അല്ലല്ല, അത് വേറെ സാധനം. ബൈലിംഗ്വൽ മെത്തേഡ് എന്തായിരുന്നു? ബൈലിംഗ്വൽ മെത്തേഡിൻ്റെ ഒരു മെയിൻ ഏരിയ ഉണ്ട്, ഒരു മെയിൻ ടേം ഉണ്ട്. അതെന്തായിരുന്നു? ജുഡീഷ്യസ് യൂസ് ഓഫ് മദർ ടങ് അല്ലേ? ബൈലിംഗ്വൽ മെത്തേഡ് വന്നു. അതിനും കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത് വന്നു ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, പിന്നെ സൈലൻറ്റ്. ഒരുപാട് മെത്തേഡുകൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ഡ്രോബാക്സ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കും, അടുത്ത മെത്തേഡ് എടുക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ലേണിംഗ് സ്ട്രാറ്റജീസും ലേണിംഗ് മെത്തേഡ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ 1970 എന്ത് ചെയ്തു? ഇവർക്ക് മനസ്സിലായി ഇനി എന്തൊരു കാര്യമില്ല, നമ്മളെ ഐഡിയൊക്കെ അനുസരിച്ച് സാധനമായിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? We have to consider the innate capability and capacity of the students. Developed based on humanistic principles of psychology, importance given to the human values.
അതായത് നമ്മൾ മനുഷ്യന് മനസ്സിലാവുന്ന കുറേ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വെച്ചാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ പഠിക്കേണ്ട ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ SCA ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പോയി കഴിഞ്ഞാലുണ്ടാവും. അത് നിങ്ങളൊക്കെ ഈ B.Edന് നമ്മൾ ഇത് ചെയ്തൂലേ, ലെസൺ പ്ലാൻ ചെയ്തൂലേ, ഓർമ്മ ഉണ്ടാവും. B.Ed പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടാവും. ലെസൺ പ്ലാൻ എന്ന സമയത്ത് അതിലുണ്ട് കുട്ടികൾ നേടേണ്ട എന്ത്, അതിനൊരു ടേം പറയും, എനിക്ക് ഓർമ്മ ചേർത്തത് എന്തായിരുന്നു ടേം. ഞാൻ TTCക്ക് ഒരു 6 മാസം ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് പാലക്കാട്. അപ്പോൾ ആ സമയത്ത് അവിടെ എന്താണ് കുട്ടികൾ നേടേണ്ട എന്താണ് മൂല്യങ്ങൾ അല്ലേ, മൂല്യങ്ങളും അങ്ങനത്തെ സാധനങ്ങൾ. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ മൂല്യങ്ങളല്ല, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ഇതല്ലേ നമ്മുടെ കുട്ടികൾ നേടിയിരിക്കേണ്ട സംഭവങ്ങളല്ലേ. ഇത് മൂല്യങ്ങൾ എന്ന് പറഞ്ഞ വാർത്തന് നമ്മൾ കൊടുക്കും. അതിൽ അതിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഓരോ വാല്യൂസിന് ബേസ് ചെയ്തിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്ക് അവർ കൊടുത്തിട്ടുണ്ടാവാം. അതൊക്കെ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന സംഭവമാണ് കേട്ടോ. ടീച്ചേഴ്സ് റെസ്പെക്ട്സ് ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദി ലേണേഴ്സ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ലേണർ, ഫ്രണ്ട്ലി ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ, ഫ്രീഡം ടു എക്സ്പ്രസ്. ഇതൊക്കെയാണ് ആ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഒരു സംഭവങ്ങൾ. അത്രയുള്ള ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കേട്ടോ. അതായത് in humanistic approach they will consider the innate capability and the ability of the students. അല്ലാണ്ട് അവർക്ക് തോന്നിയ പോലെ ഒരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കുക എന്നല്ല ഇതിൻ്റെ ലക്ഷ്യം. അവരെന്ത് ചെയ്യും, അവർ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരേ ഇതാണ് വരുന്നത്, ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് വരുന്നത്. ഫ്രീഡം ടു എക്സ്പ്രസ്, കുട്ടികൾക്ക് ഇതുണ്ടാവും, അവരുടെ ഡൗട്ട്സും അവരുടെ ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം കൂടി എന്തുണ്ടാവും ക്ലാസ്സുകളിൽ ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ജെയിംസ് ആഷർ എന്ന് പറഞ്ഞ ആൾ ഓൾമോസ്റ്റ് ഒരു 4 or 5 ടൈംസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ഹു ഇംപ്ലിമെൻറ്റഡ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്ന അവസാനം. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് TPR ഓർ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്? ഇപ്രാവശ്യം HSIക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ TPRനെ കുറിച്ചിട്ട്. എന്താണ് TPR? ഇപ്രാവശ്യം HSI 2 ക്വസ്റ്റ്യൻ പറഞ്ഞു. TPRും ചോദിച്ചു, ഒരെണ്ണം സൈലൻറ്റ് വേയും ചോദിച്ചു. എന്താണ് TPR? റെക്കോർഡ് ഉണ്ട്. What is the meaning of total physical response? എന്താ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് പറഞ്ഞാൽ എന്താ? ഡെവലപ്ഡ് ബൈ ജെയിംസ് ആഷർ, എ പ്രൊഫസർ എമറിറ്റസ് ഓഫ് സൈക്കോളജി at San Jose State University, based on coordination of speech and action. ഇത്ര സിമ്പിളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സാധനം പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, യൂസിങ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ടു റിയാക്ട് ടു വെർബൽ ഇൻപുട്ട്, ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഒരു സാധനം പഠിപ്പിക്കുകയാണ്, ആനന്ന് പഠിപ്പിക്കണം. അപ്പോൾ ആന അല്ലെങ്കിൽ നമ്മൾ ചാടുന്നു, അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ്സും ഉൾപ്പെടുത്തും. അത് ടീച്ചർ മാത്രം ചെയ്താൽ പോരാ, കുട്ടികളും ചെയ്യണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഞാൻ സ്ട്രേറ്റ് പാത്ത് ഒരു 4 മാസം വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പാണക്കാട് സ്കൂളിൽ. അപ്പോൾ അവിടെ കേജ് ഭയങ്കര രസമാണ്. അവിടെ കേജിൽ ഒരു സിസ്റ്റം അവിടെ മറ്റേതാണ് നമ്മളിപ്പോൾ എന്തൊരു സിസ്റ്റം പറയുമല്ലോ, മോണ്ടിസോറി അല്ല, ഒരു ഇറ്റാലിയൻ മോഡലാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല എത്തി പറഞ്ഞാൽ. അത് നല്ല രസമാണ്, നല്ല എഫക്റ്റീവാണ് ആ സാധനം. കാരണം അവർ പഠിപ്പിക്കുന്ന വെറും ടെക്സ്റ്റ് ബുക്കിൽ സാധനം മാത്രം പഠിപ്പിക്കുന്നതല്ല, അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ പഠിപ്പിക്കും. അവർ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്കൊരു ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, ജാൻ എന്ന് പറഞ്ഞൊരു ലേഡി. അവരുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു വീഡിയോ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കോഴി അങ്ങനെ എന്തോ ആണ്. ആ കോഴി എങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കോഴിയുടെ ഫോട്ടോ ആ മാമിൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ ആ കോഴിയുടെ ആക്ഷൻസ് ഉണ്ടല്ലോ, അതും കുട്ടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതേ സമയത്തിന് സെയിം ടൈം കുട്ടികൾ എന്ത് ചെയ്യും, അത് ആക്ട് ചെയ്യും. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ആ സാധനം, ആ ഒരു കോൺസെപ്റ്റ് നല്ലോണം നിൽക്കും. ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ കോൺസെപ്റ്റ് പിന്നെ പോകില്ല. അതെന്ത് വിളിക്കുന്നത് നമ്മൾ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് വിളിക്കുക. ഒറിജിനേറ്റഡ് ഇൻ ദി ലേറ്റ് 1960s, ബിക്കെയിം പോപ്പുലർ ഇൻ 1970s and 1980s. അത് എന്തായിരുന്നു, ഇതെന്തുകൊണ്ടത് ഇംപ്ലിമെൻറ്റ് ചെയ്ത കാരണം എന്തുകൊണ്ടായിരുന്നു? ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്. അതായത് നമ്മൾ ലാംഗ്വേജ് ക്ലാസ്സുകളിൽ ഭയങ്കര ഡ്രോപ്പ് ഔട്ട് വന്നു, കുട്ടികളൊന്നും സ്കൂളിൽ വരാണ്ടതായി. അതുകൊണ്ടാണ് ഈ സംഭവം. ബട്ട് ഓൾമോസ്റ്റ് നോ പ്രോബ്ലംസ് ലേണിംഗ് ദ ഫസ്റ്റ് ലാംഗ്വേജ്. ഈ സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ മാറ്റം എന്താ? ഫസ്റ്റ് ലാംഗ്വേജ് എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും ഉള്ള സിസ്റ്റം തന്നെയാണ് അതല്ലേ. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സും മലയാളം മീഡിയം, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളുണ്ടാവും ഏത് മീഡിയത്തിലാണ്? മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? ഏത് മീഡിയത്തിലെ മക്കളെ? നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നില്ലേ സ്കൂളുകളിൽ? മലയാളം മീഡിയം കുട്ടികൾ. കാരണം എന്താണ്? അത് കാരണം എന്തുകൊണ്ടാ കുട്ടികൾ കൂടുതൽ? കാരണം എന്തുകൊണ്ടാ? കാരണം ബിക്കോസ് ലേണർ ക്യാൻ ഈസിലി കോംപ്രഹെൻഡ് ദ കോൺസെപ്റ്റ് അല്ലേ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷിലാണെങ്കിലോ അവർക്കും കോൺസെപ്റ്റ് കിട്ടും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ.
because they need some capability, they need some capacity to comprehend the meaning in the target language. ഇവിടെ അത് തന്നെയാണ് കാരണം കുട്ടികളാരും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ കുട്ടികളാരും സ്കൂളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഇപ്പോൾ ജസ്റ്റ് ഇവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് മാറ്റി ദേ switched to total physical response. When they implemented this method, കുട്ടികൾ കുറേയൊക്കെ വന്നു തുടങ്ങി സ്കൂളുകളിലേക്ക്. എന്താണ് ദ പ്രോസസ് മിമിക്സ് ആസ് എ വേ ദാറ്റ് ഇൻഫാൻസ് ലേൺ ദെയർ ഫസ്റ്റ് ലാംഗ്വേജ്. ഇവരെന്താ വെച്ചാൽ ഇവരിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്, എങ്ങനെയാണ് ചെറിയ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടി ഇപ്പോൾ ഒരു വയസ്സാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഡിസംബർ 1 ഒരു കുട്ടി ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ ഈ സമയം ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഞാനും എൻ്റെ വൈഫും തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ, അത് അവൾക്ക് ഓൾമോസ്റ്റ് അറിയാം. ഇപ്പോൾ ഞാൻ ഒരു ചായ കുടിക്കാൻ അവൾ ചായ ആയിട്ടല്ല വെള്ളമോ എന്ത് കുടിച്ചാൽ ഇപ്പോൾ ആയി അറിയും. അതെന്തുകൊണ്ടാണ് അവർക്ക് എന്തുകൊണ്ടാണ് സാധനം കിട്ടുള്ള കാരണം എന്തുകൊണ്ടാണ്? കാരണം ഞാനും എൻ്റെ വൈഫും എന്തെങ്കിലും സാധനം വൈഫിനോട് ചോദിക്കുന്ന സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് കുട്ടി കൂടെ ഉണ്ടാവും. അപ്പോൾ കുട്ടി ഇത് ഇമിറ്റേറ്റ് കുട്ടി മനസ്സിലാക്കുന്നുണ്ട് അല്ലേ, ഒരു മിമിക്രി അവിടെ നടക്കുന്നത്. മിമിക്സ് പറഞ്ഞാൽ കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാണ്. ഞാൻ വൈഫിനോട് ചായ എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി മനസ്സിലാക്കുകയാണ് ഇതെന്തോ കുടിക്കാൻ എന്തോ സാധനമാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് കുടിക്കുന്നുണ്ട് കുട്ടി എന്ത് പറയും, മോളെന്ത് പറയും ആയി എന്ന് പറയും. അതുകൊണ്ട് ഈ കുട്ടി ഈ വാക്ക് കിട്ടിയ എവിടെ നിന്നാണ്, നമ്മുടെ ആ ഒരു ഇമിറ്റേഷൻ എന്നാണ് അല്ലേ. അതുകൊണ്ടാണ് ഇൻഫാൻസ് ലേൺ ദെയർ ഫസ്റ്റ് ലാംഗ്വേജ് വൈൽ ഇമിറ്റേഷൻ. അവർ ഇമിറ്റേറ്റ് ചെയ്താണ് അവർ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുന്നത്. അങ്ങനെ തന്നെ ഇവരെന്ത് പഠിപ്പിക്കുന്നു, സെക്കൻഡ് ലാംഗ്വേജും പഠിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? റെഡ്യൂസസ് സ്റ്റുഡൻറ്റ് ഇൻഹിബിഷൻസ് ആൻഡ് ലോവേഴ്സ് സ്ട്രെസ്സ്. അതിലൂടെ കുട്ടികളെ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും, കുട്ടികൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ് ബിഫോർ എബിലിറ്റി ടു സ്പീക്ക്. അതായത് ഇവർ പറയാൻ പഠിക്കുന്ന മുമ്പ് ഇവർ ചെയ്യുന്നത് എന്താണ്, ആ ലാംഗ്വേജ് മനസ്സിലാക്കുന്നത് ആദ്യം ചെയ്യുന്നത്. ആ ലാംഗ്വേജ് എന്ത് ചെയ്യണം, ലാംഗ്വേജിനെ ഇവർ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം ആദ്യം ചെയ്യുന്നത്. എങ്ങനെ ആദ്യം കുട്ടികൾ നമ്മൾ കൊണ്ടിട്ട് എന്തില്ല, കുട്ടികളെ നമ്മൾ വായിക്കാൻ പഠിപ്പിക്കുന്നതല്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നൽകുക, കുട്ടികളെ ആ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. എന്നാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ടീച്ചിങ്ങിലേക്ക് കിടക്കുന്നത്. ഇവിടെ കുട്ടികളെ നമ്മൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. സെൻറ്റൻസ് ബേസ്ഡ് ആണ് ഇവിടെ സംഭവങ്ങളൊക്കെ. ഇനീഷ്യൽ അറ്റൻഷൻ ടു മീനിങ് റാദർ ദാൻ ടു ദ ഫോം. ഫിക്സഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടാവും. അതായത് ഒരു മാസം അല്ലെങ്കിൽ ഒരു ഡേ ഇത്ര സംഭവം കുട്ടി പഠിച്ചാൽ മതി, ഇത്ര വേർഡ്സ് അല്ലെങ്കിൽ ഇത്ര സെൻറ്റൻസ് കുട്ടി പഠിച്ചാൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. ഇതൊക്കെ ഓർത്ത് വെക്കണം. കാരണം ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അപ്പോൾ അന്തം വിട്ട് നിൽക്കരുത്. പ്രിഡോമിനൻ്റ്ലി ഇംപറേറ്റീവ് ഡ്രിൽസ്. റോൾ പ്ലേയിങ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. റോൾ പ്ലേയിങ് ഒക്കെ വരും, പിന്നെ ഡ്രിൽസ് വരും, പിന്നെ കോൺവെർസേഷണൽ ഡയലോഗ്സ് ബിഗിൻ ആഫ്റ്റർ അറ്റ്ലീസ്റ്റ് 100% ഇൻസ്ട്രക്ഷൻ. അതായത് ആദ്യത്തെ 100 മണിക്കൂർ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ ശേഷം ഇവർ എന്തേ ഉള്ളൂ, ഇവരെന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, സെൻറ്റൻസുകൾ അതിന് മുന്നേ ഇവർ കുറേ വേർഡ്സ് കുറേ കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികളുടെ മൈൻഡിലേക്ക് ഇവർ റെഡി ആയി കൊടുക്കും. ആഫ്റ്റർ 100 മണിക്കൂർ പറഞ്ഞതിന് ശേഷം മാത്രമേ എന്തേ ഉള്ളൂ ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഏത് നമ്മുടെ ഈ ഡയലോഗ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ലേണർ ആസ് ലിസണർ ആൻഡ് പെർഫോമർ. ലേണർ എന്ത് ചെയ്യും, സെയിം ടൈം ലിസണറും ആയിരിക്കും ആൻഡ് അറ്റ് ദ സെയിം ടൈം പെർഫോമർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ, വൈ ദിസ് സെൻറ്റൻസ് ലിസൺ ആൻഡ് പെർഫോമർ എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ മെത്തേഡിൽ ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ അത് കുട്ടി കേൾക്കുന്നു ആൻഡ് ആഫ്റ്റർ സം ടൈം ഹി ഓർ ഷീ വിൽ പെർഫോം ദറ്റ് ആക്ഷൻ അല്ലേ. ഇപ്പോൾ കുട്ടി ഒരു ടീച്ചർ പറയണം ഞാൻ ചാടുന്നു, ഇപ്പോൾ ടീച്ചറൊപ്പം ചാടും. അപ്പോൾ കുട്ടികൾ എന്ത് പറയും, ഐ ആം ഓൾസോ ജമ്പിങ് ആൻഡ് ദേ വിൽ ഓൾസോ ജമ്പ്. ഓക്കെ. പിന്നെ മെറ്റീരിയൽ ജനറലി നോ ബേസിക് ടെക്സ്റ്റുകളൊന്നുമില്ല. ഇനീഷ്യലി ടീച്ചേഴ്സ് വോയിസ് ആക്ഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ്, ലേറ്റർ ക്ലാസ് റൂം ഒബ്ജക്ട്സ് ആൻഡ് ഓർ സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ്. TPI സ്റ്റുഡൻസ് കിഡ്സ് ഫോക്കസ് ഓൺ സ്പെസിഫിക് സിറ്റുവേഷൻസ്. ലേണിംഗ് പ്രോസസ് എന്തായിരിക്കും, റിവ്യൂ ടീച്ചർ റിപ്പീറ്റ്സ് ഐറ്റം ഫ്രം പ്രീവിയസ് ടൈം. അതായത് റിവ്യൂ ഇത് നമ്മൾ റിവിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ റിവിഷൻ എടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്. വീഡിയോ പറഞ്ഞാൽ കുറച്ചും കൂടി ഈ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കുറച്ചിപ്പോൾ ഒരു ഇതൊക്കെ നടക്കുന്നൊരു സമയമാണ്, കുറച്ച് നമ്മുടെ ഒരു റിസർച്ച് നടക്കുന്ന സമയമാണ്. ഞാൻ ഇപ്പോൾ ഒരു റിസർച്ചിൽ വായിച്ചതാണ്. കുട്ടികൾക്ക് നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഗ്രേഡ് 5ലും നല്ല പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ഇതിൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കാനൊരു പ്രോബ്ലം നന്നായി ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും നല്ലത് പുതിയ പഠനം തെളിയിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പഠിച്ചത് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത് നല്ലത് എന്താണ്, കുട്ടികളോട് സംഭവം പഠിച്ചിട്ടുണ്ട്, കുട്ടികളുടെ ഐഡിയ സംഭവം സ്കൂൾ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടാമത് വീണ്ടും കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ പഠിച്ച ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഐഡിയ
കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല എഫക്റ്റീവ് എന്നാണ് പറയണത്. അത് കുട്ടി ക്ലാസ്സിൽ എന്ത് പഠിച്ചോ ആ സാധനം കുട്ടി എന്ത് ചെയ്യുക, വീട്ടിൽ വന്നിട്ട് ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു പേജിലോ നോട്ട്ബുക്കിൽ എഴുതിയേക്കരുത്, ഒരു പേജിലോ എന്തെങ്കിലും എഴുതുക വെച്ചാൽ ആ പഠിച്ച അതുപോലെ എഴുതല്ല, ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് എന്ത് പഠിച്ചു ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, കുട്ടിയോട് വായിക്കാൻ പറയാം. അപ്പോൾ അത് റിവിഷനാണ്, അതിപ്പോൾ പഠിപ്പിക്കുന്നതല്ല. കാരണം കുട്ടികൾ ഓൾറെഡി ദേ ഹാവ് ഗോട്ട് കോൺസെപ്റ്റ് ഫ്രം ദി സ്കൂൾ. പിന്നെ നമ്മൾ വീണ്ടും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്കൂൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ക്വാളിഫൈഡ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കുട്ടികളെ റിവൈസ് ചെയ്യണം, നിങ്ങൾക്കും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ടീച്ചർ റിപ്പീറ്റ്സ് ഐറ്റം ഫ്രം പ്രീവിയസ് ടൈം, ന്യൂ കമാൻഡ്സ് ഉണ്ടാവും, റോൾ റിവേഴ്സൽ ഉണ്ടാവും, സ്റ്റുഡൻറ്റ് കമാൻഡ്സ് ദെയർ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ടീച്ചർ റൈറ്റ്സ് ന്യൂ ഐറ്റംസ് ഓൺ ദി ബ്ലാക്ക് ബോർഡ്. മെറിറ്റ്സ് ഫണ്ണാണ്, കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ചെയ്യാൻ കുട്ടികൾക്ക്. ഈസി ടു ഇംപ്ലിമെൻ്റ് ആയിരിക്കും, റെഡ്യൂസസ് പ്രഷർ ആൻഡ് സ്ട്രെസ് ആണ്. അതുപോലെ തന്നെ ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്മോൾ ആൻഡ് ലാർജ് ക്ലാസ് റൂംസ്, രണ്ടോട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഗുഡ് ടൂൾ ഫോർ ബിൽഡിംഗ് വൊക്കാബുലറി ഫോർ ലോങ് ടേം റിട്ടൻഷൻ. എന്താ ലോങ് ടേം റിട്ടൻഷൻ എന്ന് പറയുന്നത്, ലോങ് ടേം മെമ്മറി എന്തുകൊണ്ടാണ് പറയുന്നത്, ബിക്കോസ് ദേ ആർ ലേണിംഗ് ദാറ്റ് ലാംഗ്വേജ് വിത്ത് എക്സ്പീരിയൻസ്. ഓക്കെ, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ലാംഗ്വേജ് അവർ ലേൺ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി ലോങ് ടേം ആണ്. ഡിമെറിറ്റ്സ് നോട്ട് എ ക്രിയേറ്റീവ് മെത്തേഡ് അല്ല എന്നാണ് പറയുന്നത്, ബിക്കോസ് ദർ ഓൺലി ഫോക്കസിങ് ഓൺ ദി റീഡിങ് ആൻഡ് നോട്ട് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ലിമിറ്റഡ് എവറിത്തിങ് കാനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അതായത് എല്ലാ കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ ആക്ഷൻസിലൂടെ കാണിക്കാൻ പറ്റില്ല എന്നതും ഇതിനൊരു ഡിമെറിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ചാലഞ്ച് ഫോർ ഷൈ സ്റ്റുഡൻസ്, ഇത് കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, ഈ മാരിയുള്ള കുട്ടികളുണ്ടാവില്ല, കുറച്ച് ഇൻട്രോവേർട്ട് കുട്ടികൾക്കൊന്നും ഈ സംഭവം പോസിബിൾ ആണെന്ന് പറയുന്നത്. നോ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ഇൻ എ ക്രിയേറ്റീവ് മാനർ, കുട്ടികൾക്ക് എന്ത് ചെയ്തില്ല, ഒരു ക്രിയേറ്റീവ് മാനർ കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, അടുത്തൊരു ഇതിന് ഡിമെറിറ്റ്. ക്യാൻ ബിക്കം ടു റിപ്പീറ്റേറ്റീവ് ആൻഡ് ബോറിങ്, ഇത് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റേറ്റീവ് ആകുമ്പോൾ എന്ത് കുട്ടികൾക്ക് ബോറിങ്ങും വരുമെന്നാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് പറയുന്നത്. അടുത്തത് സൈലൻറ്റ് വേ. നെക്സ്റ്റ് വൺ ദ സൈലൻറ്റ് വേ. സോ ഹൂ ഇംപ്ലിമെൻറ്റഡ് TPR കൊണ്ടുവന്നാളാരാ, TPR ജെയിംസ് ആഷർ. മാർക്ക് ചെയ്ത് ആദ്യം റെഡിയും കൊടുക്കാനുള്ള കാരണം വെച്ചാൽ അത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ റെഡിയും കൊടുക്കാനുള്ള കാരണം. അടുത്തത് ദ സൈലൻറ്റ് വേ. ടീച്ചേഴ്സ് ഈസ് സപ്പോർട്ടഡ് ടു ബി പ്രാക്ടിക്കലി സൈലൻറ്റ്, ഹെൻസ് ദ നെയിം ഓഫ് ദിസ് മെത്തേഡ്. അതായത് ഇവിടെ ടീച്ചർ സൈലൻ്റ് ആണ്, സൈലൻറ്റ് ടീച്ചർ ഉണ്ടാക്കാനുള്ള അർത്ഥം കേട്ടോ. ഞാനിപ്പോൾ ടീച്ചറിന് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ടീച്ചർ സൈലൻറ്റ് സെൻസ് ടീച്ചർ വിൽ ബി എ ഫെസിലിറ്റേറ്റർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, BEdനും TTC പഠിക്കുന്ന സംഭവമാണ്. ടീച്ചർ എന്തായിരിക്കണം, ഒരു ഫെസിലിറ്റേറ്റർ ആണ്. വാട്ട്സ് ഫെസിലിറ്റേറ്റർ? വാട്ട്സ് മീനിങ് ഓഫ് ദാറ്റ് വേർഡ്? ടീച്ചർ എന്തായിരിക്കണം, ഒരു ഫെസിലിറ്റേറ്റർ ആവണം, ടീച്ചർ ഗൈഡ് ആയിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ അല്ലേ, BEd സമയത്തും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്തായിരിക്കണം അതിൻ്റെ മീനിങ് എന്താ? പറയൂ. അവർക്ക് വേണ്ട ഹെൽപ്പും സപ്പോർട്ടും ചെയ്താൽ മതി, നമ്മളിവിടെ പഠിപ്പിക്കണം എന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ ഒരു ഗ്രേഡ് 5 കുട്ടിക്ക് പഠിക്കാനുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്ന, ആ കുട്ടിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്ന, ആ കുട്ടി ആ പ്രായത്തിൽ 5 വയസ്സ് ഗ്രേഡ് 5 എന്ന് പറഞ്ഞാൽ 10 വയസ്സായ കുട്ടിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയുന്ന കോൺസെപ്റ്റുകളെ എന്ത് കൊടുത്തിട്ടുള്ളൂ, ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുള്ളൂ. കുട്ടി കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആണ് നിങ്ങൾക്ക് പറഞ്ഞത്? അപ്പോൾ അതിന് വേണ്ട ഹെൽപ്പും സപ്പോർട്ടും നമ്മൾ കൊടുത്താൽ മതി, അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഈ സൈലൻറ്റ് വേയിൽ പറഞ്ഞ. പക്ഷേ അത് പോസിബിൾ അല്ല, വേറെ കാര്യം കുട്ടികൾ പഠിക്കില്ല, ഇതൊക്കെ നമ്മൾ മെത്തേഡ് പഠിക്കാമെന്ന് മാത്രം. അബൌട്ട് എക്സ്പ്ലെയിനിങ് എവറിത്തിങ് ടു ദി സ്റ്റുഡൻസ്, ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം 1 ബൈ ഡീറ്റെയിൽഡ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഡിവൈസ്ഡ് ബൈ കാലബ് ഗറ്റേഗ്നോ ഇൻ 1963 കാലബ് ഗറ്റേഗ്നോ എന്ന് പറഞ്ഞ ആളാണ് ഈ സാധനം ഇംപ്ലിമെൻറ്റ്. ഈ വർഷത്തെ HSA ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൂ ഇംപ്ലിമെൻറ്റഡ് സൈലൻറ്റ് വേ? കാലബ് ഗറ്റേഗ്നോ ആണ് ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്ത ആൾ. ബേസ്ഡ് ഓൺ എ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ടു ലേണിംഗ്, മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് മീനിങ്ഫുൾ സൈലൻസ് ആസ് എ ടീച്ചിങ് മെത്തേഡ്. ദ മെത്തേഡ് എംഫസൈസ് ലേണർ ഓട്ടോണോമി ആൻഡ് ആക്റ്റീവ് സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ. ഈ സൈലൻറ്റ് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കും. എക്സാമ്പിൾ, ഇപ്പോൾ ടീച്ചർ ഒരു ടോപ്പിക് കൊടുക്കുകയാണ്, ഇപ്പോൾ എന്താ ഒരു ടോപ്പിക്ക് പൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ടോപ്പിക് കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് കുട്ടികളോട് എന്താണ് അവർ കിട്ടാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയുകയാണ്. ടീച്ചർ ഗ്രൂപ്പാക്കി തിരിക്കുന്നു കുട്ടികളെ. എന്നിട്ട് കുട്ടികൾ സ്വയം കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ചൊരു കൺക്ലൂഷനിലെത്തുന്നു. ഈ സമയത്ത് ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചർ എക്സ്ട്രാ ഒന്നും കുട്ടിയെ പറഞ്ഞു കൊടുക്കില്ല. ടീച്ചർ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യും. ഗൈഡ് ചെയ്താൽ അവിടെ പോയി നോക്കിയിട്ട് അവർ ചെയ്യുന്നത് കറക്റ്റാണോ നോക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. അതിനാണ് വിളിക്കുന്നത് നമ്മൾ സൈലൻറ്റ് വേ അല്ലേ.
ദ ടീച്ചേഴ്സ് റോൾ ഈസ് ടു മോണിറ്റർ ദ സ്റ്റുഡൻസ് എഫേർട്സ്. അല്ലാണ്ട് ഒരിക്കലും ടീച്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, മോണിറ്റർ ചെയ്യാം. അവിടെ ഇവിടെ പോയിട്ട് അവർ ചെയ്യുന്നുണ്ടോ, അവർ ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് മോണിറ്റർ ചെയ്യാൻ മാത്രമാണ് ടീച്ചറുടെ ഡ്യൂട്ടി. യൂസസ് എ സ്ട്രക്ചറൽ സിലബസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ കോൺസ്റ്റൻ്റ്ലി റിവ്യൂഡ് ആൻഡ് റീസൈക്കിൾഡ്. ഇത് സ്ട്രക്ചർ ആയിരിക്കും, അതായത് കുട്ടികൾ കൊടുക്കുന്ന സംഭവം ഇവരുടെ കയ്യിൽ മുൻകൂട്ടി ഉണ്ടാവും, അത് റിവ്യൂ ചെയ്യുന്നത് മാത്രമേ ഡ്യൂട്ടി. ടീച്ചിങ് ഷുഡ് ബി സബോർഡിനേറ്റ് ടു ലേണിംഗ്. എന്തേത് ഇതായിരുന്നു ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ തോന്നും കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടിട്ട് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റിന് ആ ഒരു സെൻറ്റൻസ് ആയിരുന്നു, ടീച്ചിങ് ഷുഡ് ബി സബോർഡിനേറ്റ് ടു ലേണിംഗ്. അതിന് മീനിങ് എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്? ടീച്ചിങ് ഷുഡ് ബി സബോർഡിനേറ്റ് ലേണിംഗ് ഓർ ലേണിംഗ് ഷുഡ് ബി സബോർഡിനേറ്റ് ടീച്ചിങ്. അത് രണ്ടും നമ്മൾ മാറ്റം എന്താണ്, ഡിഫറൻസ് എന്താ? സബോർഡിനേറ്റ് എന്താ? സബോർഡിനേറ്റ് അതിന് മീനിങ് എന്താ? അതായത് അത് ടീച്ചിങ് എപ്പോഴും എന്താ ചെയ്യണം, സെക്കൻഡറി ആവണം. ലേണിംഗ് അവിടെ എന്ത്, പ്രൈമറി. ലേണിംഗ് എന്ന് കുട്ടികളുടെ കാര്യങ്ങളാണ് ഇവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ്. അതായത് ടീച്ചർ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. ഇവിടെ കുട്ടികൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അറ്റ് ദ സെയിം ടൈം ടീച്ചിങ് ഈസ് വാട്ട്, സബോർഡിനേറ്റ് ഓർ സെക്കൻഡറി. അതാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ, മറന്നു പോകരുത്. ട്രാൻസ്ലേഷൻ ആൻഡ് റോട്ട് റിപ്പീറ്റേഷൻ ആർ അവോയ്ഡഡ്. പിന്നെ അടുത്ത് ഇവാലുവേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ ഇവാലുവേഷൻ എങ്ങനെ ഒരു ഇത് ഹൗ ദ ഇവാലുവേറ്റ് ദ എഫേർട്സ്, ഹൗ ദ ഇവാലുവേറ്റ് സ്റ്റുഡൻസ് റെസ്പോൺസ്, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് പറയ്. ഹൗ ദ ഇവാലുവേറ്റഡ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടി, ഒരു ടീച്ചർ കുട്ടിക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ പോയി മോണിറ്റർ ചെയ്യും ബൈ ഒബ്സർവേഷൻ. ഓക്കെ, ബൈ ഒബ്സർവേഷനാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇത് മോണിറ്റർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് ലേണർ നീഡ്സ് ടു ഡിസ്കവർ ഓർ ക്രിയേറ്റ്. കുട്ടികൾ എന്ത് ചെയ്യണം, ഒരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടോ. ലേണിംഗ് ഈസ് മെയ്ഡ് ഈസിയർ ബൈ ദ യൂസ് ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ്. ഫിസിക്കൽ ഒബ്ജക്ട്സുമായി നമുക്ക് എന്ത് ചെയ്യും, ഒരു ലേണിംഗ് കുറച്ചുകൂടി ഈസിയോ എന്ന് പറയുന്നുണ്ട്. ലേണിംഗ് ഈസ് മെയ്ഡ് ഈസിയർ ബൈ പ്രോബ്ലം സോൾവിങ് യൂസിങ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. അത്രേനുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. Certain ways often criticized of being a harsh method. The learner works in isolation and communication is likely badly in secondary classroom. The material or roads important. നോർത്ത് വെച്ചാൽ മാത്രം മതി. അടുത്തതാണ് സജസ്റ്റോപീഡിയ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സജസ്റ്റോപീഡിയ? എന്തായാലും മീനിങ്, സജസ്റ്റോപീഡിയൻ്റെ മീനിങ് എന്താ? ആരെയും കേട്ടിട്ടുണ്ടോ സാധനം സജസ്റ്റോപീഡിയ എന്നുള്ളത്? കേൾക്കാൻ ബി എഡ് പഠിച്ച സമയത്ത് കേട്ടിട്ടുണ്ടാവും. എന്താ അതിൻ്റെ ആൾ പേര് ഓർത്ത്? ജോർജ് ലെസനോവ് ആണ് കേട്ടോ. ജോർജ് ലെസനോവ് ആണ് ഈ സജസ്റ്റോപീഡിയ എന്നുള്ള ആ ഒരു ടേം, അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്ന ഒരാൾ. ഇതിൽ വരുന്ന രണ്ട് ടേംസാണ്, ഒന്ന് സജഷൻ ആൻഡ് ഡീസജഷൻ. ആ രണ്ട് ടേമും അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് കേട്ടോ. ഇന്നോവേറ്റീവ് മെത്തേഡ് ദറ്റ് പ്രോമിസസ് ഗ്രേറ്റ് എഫക്റ്റീവ് ലാംഗ്വേജ് ലേണിംഗ് റിസൾട്ട്സ്. സജഷൻ ആൻഡ് പെഡഗോജി. സെറ്റ് ഓഫ് ലേണിംഗ് റെക്കമെൻഡേഷൻസ് derived from സജസ്റ്റോളജി based on the idea that the mind has great potential and can retain information by the power of suggestion. എന്താണ് സജഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സംഭവം നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കാൻ കഴിയുന്നതാണ് പറയുന്നത് ഈ ജോർജ് ലെസനോവ് പറയുന്നത്. യൂസസ് റിലാക്സേഷൻ ആസ് എ മീൻസ് ഓഫ് റിട്ടേണിംഗ് ന്യൂ നോളജ്. സജഷൻ ആൻഡ് ഡീസജഷൻ. ഇനി എന്താ നോക്കാം നമുക്ക്. റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, വിത്ത് മ്യൂസിക് ആവണം, എൻകറേജസ് സബ്ലിമൽ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ്, ദ ഫർണിച്ചർ, ഡെക്കറേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ക്ലാസ് റൂം. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അതായത് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എപ്പോഴും നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. ഒരു ലോ മ്യൂസിക് വേണം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഓർത്ത് വെച്ചോട്ടോ, കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ വരും. കാരണം അയാൾ ഇത് കറക്റ്റ് പറയുന്നുണ്ട് അവിടെ മെത്തേഡിൽ. ഒരു നല്ല മ്യൂസിക്, ഒരു ലോ മ്യൂസിക്, നല്ല ഒരു ചെറിയൊരു വോയിസിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ട് കൊടുക്കണം. അതേപോലെ നല്ല ഫർണിച്ചർ സെറ്റായിരിക്കണം. നമ്മൾ പൊട്ടി പോലും ഫർണിച്ചറൊന്നും പറ്റില്ല. അതേപോലെ തന്നെ ഒരു സബ്ലൈം നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആണ് ആദ്യം പറഞ്ഞത്. ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ. കുട്ടികൾ എപ്പോഴും പഠിക്കാൻ ഇൻട്രസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ്, അല്ലാണ്ട് വെറും കച്ചറയും ബഹളും അങ്ങനെ കുട്ടികൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. സപ്പോർട്ട് ജോർജ് ലെസനോവാണ്. ബോത്ത് ടീച്ചർ ആൻഡ് ലേണർ ഷുഡ് ഷോ ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ ദി സിസ്റ്റം. ഈ സിസ്റ്റം വർക്കാണ്. രണ്ടുപേരും അവരുടെ ഫുൾ കോൺഫിഡൻസ് ഇത് ചെയ്യണം, സബ്മേഴ്സ് ചെയ്യണം. എന്നാൽ മാത്രം സാധനം അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്താണ് കംഫർട്ടബിൾ എൻവറോൺമെൻറ്റ് വേണം, അത് ഓൾറെഡി പറഞ്ഞു. ദ ഫർണിച്ചർ, ഡെക്കറേഷൻ ആൻഡ് ദ സെമി സർക്കിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ക്ലാസ് റൂം, ലൈറ്റ് ഇൻ ദ ക്ലാസ് റൂം ഡിം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് റൂം ലൈറ്റ് ഡിം ആവണം, ബ്രൈറ്റ് ആവാൻ പാടില്ല. ആൻഡ് ദ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെമി സർക്കിൾ ആയിരിക്കണം. അതായത് ഫുൾ സർക്കിൾ അല്ല, ഒരു ക്ലാസ് ഒരു സെമി സർക്കിൾ ആവണം. വൈ ദ സെമി സർക്കിൾ? അതെന്തുകൊണ്ടാണ്? കാരണം ബിക്കോസ് ഇറ്റ് ഇസ് സെമി സർക്കിൾ ഓൺലി the students will what
സി 1 by 1. എല്ലാവർക്കും പരസ്പരം അവർക്ക് കാണുന്നത് എന്ത് ചെയ്യണം, സെമി സർക്കിൾ ആയാലും മാത്രമേ കാണാൻ കഴിയുള്ളൂ. ദ യൂസ് ഓഫ് മ്യൂസിക് ആണ്, യൂസ് ഓഫ് ലൈറ്റ് മ്യൂസിക് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. പെരിഫറൽ ലേണിംഗ്, ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേണിംഗ് മൂവ്മെൻറ്റ്സ് ഓഫ് പോസ്റ്റേഴ്സ് ആൻഡ് ഡെക്കറേഷൻ ഫ്യൂച്ചറിംഗ് ടാർജറ്റ് ലാംഗ്വേജ് ആൻഡ് വേരിയസ് ഗ്രാമാറ്റിക്കൽ ഇൻഫർമേഷൻ. അതായത് പെരിഫറൽ ലേണിംഗ് എന്താണ്, നമ്മൾ ബേസ് ലെവൽ ലേണിംഗും വേണമെന്ന് പറയുന്നുണ്ട്. ഫ്രീ എറേഴ്സ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, സ്റ്റുഡൻസ് ഹൂ മേക്ക് മിസ്റ്റേക്സ് ആർ ടോളറേറ്റഡ്. അതായത് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അപ്പോഴേക്കും എന്ത് ചെയ്യരുത്, ഒരിക്കലും കൊണ്ടുപോയിട്ട് കുട്ടികളെ ചീത്ത പറയൽ കറക്റ്റ് അപ്പം നിൽക്കരുത്. അത് നമ്മൾ ടോളറേറ്റ്, അത് കുട്ടികൾ മിസ്റ്റേക്സ് ചെയ്യും എന്നുള്ള ആ ഒരു രീതി നമ്മൾ നിൽക്കണം. അത് നമ്മൾ ടോളറേറ്റ് ചെയ്യണം, ഒഴിവാക്കണം. നമ്മൾ ഒരിക്കലും പാടില്ല. സ്റ്റേജസ് ഓഫ് സെസ്റ്റോപീഡിയ, സജഷൻ ആൻഡ് ഡിസജഷൻ, അത് രണ്ടുമാണ് ഇതിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ്. സജഷൻ ആൻഡ് ഡി സജഷൻ, അത് രണ്ടുമാണ് ഇതിൽ മെയിൻ പോയിൻറ്റ്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സജഷൻ റിഫേഴ്സ് ദ യൂസ് ഓഫ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ദ ക്രിയേഷൻ ഓഫ് എ പോസിറ്റീവ് ലേണിംഗ് എൻവറോൺമെൻറ്റ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ബിക്കം മോർ റിസെപ്റ്റീവ് ടു ലേണിംഗ്. ദിസ് മെയിൻ ഇൻവോൾവ്സ് യൂസിങ് കാമിങ് മ്യൂസിക്. ഇതൊക്കെയാണ്. അതായത് സജഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അറ്റ്മോസ്ഫിയർ റെഡിയാക്കി വെക്കാനുള്ളതാണ് ഫസ്റ്റ് ഇതിലെ സ്റ്റെപ്പ്, സജഷൻ. അതായത് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ് വിൽ സ്റ്റാർട്ട് അറ്റ് സജഷൻ മോഡ്. അതായത് നമ്മൾ നല്ല ഒരു മ്യൂസിക് സെറ്റാക്കി, നല്ല ഡിമ്മൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് വേ, ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. ദെൻ വാട്ട് ഈസ് ഡി സജഷൻ? അടുത്ത സ്റ്റെപ്പ് എന്താ, അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. ഇനി കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പഠിക്കാനുള്ളൊരു മനസ്സും കൂടെ വേണമല്ലോ. That is the meaning of desuggestion. In the sense, on the other hand, involves breaking down any negative attitudes or beliefs that may be holding students back from learning. അത് കുട്ടികൾക്ക് ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സും കുട്ടികൾക്ക് ഒരുപാട് നെഗറ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് കുട്ടികളെ എന്ത് ചെയ്യണം, ഇതിൽ കൊണ്ടുവരണം. അതെന്ത് വിളിക്കുന്നത്, നമ്മൾ ഡി സജഷൻ വിളിക്കുന്നത് കേട്ടോ. ദിസ് മേ ഇൻവോൾവ് ഐഡൻറ്റിഫൈങ് ആൻഡ് അഡ്രസ്സിങ് എനി ഫിയേഴ്സ്, ആങ്സൈറ്റീസ്, സെൽഫ് ടാസ്ക്, സ്റ്റോക്ക് ദാറ്റ് മേ ബി അഫക്റ്റിംഗ് ദ സ്റ്റുഡൻസ് എബിലിറ്റി ടു ലേൺ. ഇങ്ങനെ സംഭവം ഒഴിവാക്കുന്ന അത് പറയണം. അത് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഡി സജഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ കൺസേർട്ട് സെഷനാണ്. ഫസ്റ്റ് കൺസേർട്ട് ഇൻ ദ ആക്റ്റീവ് സെഷൻ ദ റീഡേഴ്സ് റീഡ്സ് വിത്ത് സ്പെഷ്യൽ ഇൻഡോനേഷൻ ആസ് സെലക്ടഡ് മ്യൂസിക് ഇസ് പ്ലേഡ്. ഇതും ഓർത്ത് മറന്നു പോട്ടോ. ഫസ്റ്റ് കൺസേർട്ടും സെക്കൻഡ് കൺസേർട്ടും ഉണ്ട്. ഫസ്റ്റ് കൺസേർട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും, ഇൻഡോനേഷൻ പ്രോപ്പർ ഇൻഡോനേഷനെ കുറിച്ചിട്ട് ആ ടെക്സ്റ്റ് വായിക്കും. സെക്കൻഡ് കൺസേർട്ട് ആണെങ്കിലോ ദ സ്റ്റുഡൻസ് ആർ നൗ ഗൈഡ് ടു റിലാക്സ് ആൻഡ് ലിസൺ ടു സം മ്യൂസിക്. സെക്കൻഡ് റീഡിംഗ് വിൽ ബി ഹെൽഡ് പാസീവ്ലി. ഡ്യൂറിംഗ് ബോത്ത് ടൈപ്സ് ഓഫ് റീഡിംഗ് ദ ലേണേഴ്സ് വിൽ സെറ്റ് ഇൻ കംഫർട്ടബിൾ സീറ്റ്സ് ആൻഡ് ആം ചെയർസ്. അതായത് ഫസ്റ്റ് കൺസേർട്ടിൽ എന്തായിരിക്കും, കുട്ടികൾ നല്ല ഇൻഡോനേഷനൊക്കെ എടുത്ത് വായിക്കും. അതായത് പ്രോപ്പർ റീഡിങ് ഫസ്റ്റ് കൺസേർട്ട് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ കറക്റ്റ് ആ ടെക്സ്റ്റ് വായിക്കും. സെക്കൻഡ് കൺസേർട്ടിലാണെങ്കിലോ ഒരു മ്യൂസിക് ഇങ്ങനെ പതുക്കെ പ്ലേ ചെയ്യും. അത് കുട്ടി പാസീവായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വായിച്ചു പോകും. അതാണ് സെക്കൻഡ് കൺസേർട്ട് എന്ന് പറയുന്നത്. പിന്നെ പ്രാക്ടീസ് ആണെങ്കിലോ ദ യൂസ് ഓഫ് റേഞ്ച് ഓഫ് റോൾ പ്ലേസ്, ഗെയിംസ്, പസിൽസ് ടു റിവ്യൂ ആൻഡ് കൺസോളിഡേറ്റ് ദ ലേണിംഗ്. പിന്നെ കുട്ടികളത് മനസ്സിലാക്കുന്ന പറയാൻ വേണ്ടി എന്ത് ചെയ്യും, കുറച്ച് റോൾ പ്ലേസും കാര്യങ്ങളൊക്കെ നടത്തും. അതിനാണ് നമ്മൾ പ്രാക്ടീസ് എന്ന് വിളിക്കുന്നത്. Advantages: a comprehensible input based on desuggestion and suggestion principle, trust the power of the mind, respect the individuality of the learner, deliberately induced states of relaxation can be valuable at times in classroom. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഡിമെറിറ്റ്സും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് അല്ലേ, എന്നെ 3 വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന്. ഞാൻ ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, നാളെ ബാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾ മാക്സിമം ഡെയിലി ക്ലാസ്സിലാണ് ശ്രദ്ധിക്കുക, നോക്കുന്നുണ്ട് ഞാൻ. ഓക്കെ. ഒരു ഡൗട്ട് സൈക്കോളജി നമുക്കിപ്പോ തന്നെ മോക്ക് ടെസ്റ്റ് അത് മാത്രം പഠിച്ചാൽ മതി, മാത്രം പഠിച്ചു പോയാൽ മതി, വേറെ എക്സ്ട്രാ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ ഈ ലാംഗ്വേജ് ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കില്ലേ, ഇംഗ്ലീഷ് ആണ് ഇപ്പൊ മെയിൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ലാംഗ്വേജ് ഇനി വേറെ പഠിക്കണം നമ്മള്. ലാംഗ്വേജ് കുറച്ച് ഇത് പഠിക്കാണ്ട് നമുക്ക്, അതായത് ഈ മറ്റേ ഗ്രാമർ പോർഷൻ കുറച്ച് പഠിക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 ഗ്രാമർ പോർഷനും ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ റീഡിങ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് അതൊക്കെ MCQ അയച്ചു തരും കേട്ടോ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് സൈക്കോളജിക്ക് വേറെ ക്ലാസ് ഇല്ല, സൈക്കോളജി ക്ലാസ് വേറെ ഇല്ല, ഇതിന് ക്ലാസ് വേറെ ഉണ്ടാവും. ഏതിന്? നമ്മുടെ ലാംഗ്വേജ് ക്ലാസ് ഞാൻ വേറെ തരും കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി.